ഇന്ത്യൻ നികുതികളിലെ മഹാരാജ് എന്ന് വിശേഷിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിലൂടെ ഇന്ത്യ കൊള്ളലാഭം കൊയ്യുവാനുള്ള പദ്ധതിയാണ് നടത്തുന്നതെന്ന് നവാരോ ആരോപിച്ചു. നേരത്തെ തീരുമാനിച്ചതുപ്രകാരം അടുത്തയാഴ്ച മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 50% നികുതി ചുമത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ സൂചന നൽകിയതിന് പിന്നാലെയാണ് നവാരോ പുതിയ ആരോപണങ്ങളുമായി മുന്നോട്ടു വന്നത്. 50% കനത്ത നികുതിയിൽ പ്രകോപിതരായ ഇന്ത്യൻ സർക്കാർ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം ആവർത്തിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, സമീപ ദിവസങ്ങളിൽ പ്രാദേശിക എതിരാളിയായ ചൈനയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനുള്ള നീക്കവും ഇന്ത്യ നടത്തിയിരുന്നു. ഓഗസ്റ്റ് 27-ന് ഇന്ത്യക്ക് മേൽ ചുമത്താൻ പോകുന്ന 25% ശിക്ഷാപരമായ നികുതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നടക്കുമെന്ന് തന്നെയാണ് താൻ കരുതുന്നത് എന്നാണ് നവാരോ വൈറ്റ് ഹൌസിന് പുറത്തുവെച്ച മാധ്യമങ്ങളോട് പറഞ്ഞത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യ വലിയ തോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നില്ല. അത് ഇന്ത്യയുടെ ആവശ്യത്തിന്റെ 1% താഴെയായിരുന്നു. ഇപ്പോഴത് 35% ഉയർന്നു. ഇന്ത്യക്ക് ഈ എണ്ണയുടെ ആവശ്യമില്ല. ഇത് ശുദ്ധീകരിക്കുന്നതിലൂടെ ലാഭം പങ്കിടുന്ന ഒരു പദ്ധതിയാണ്. ഇത് റഷ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണ്. അതാണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് നവാരോ ആരോപിച്ചു. ഇന്ത്യക്ക് അവരുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയുടെ എണ്ണ ആവശ്യമാണെന്ന വാദത്തിൽ അർത്ഥമില്ലെന്ന് നവാരോ പറഞ്ഞു. നോക്കൂ, മോദി ഒരു മികച്ച നേതാവാണ്. പക്ഷേ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് നോക്കൂ. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല, മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് നവാരോ കുറ്റപ്പെടുത്തി. മോസ്കോ ആസ്ഥാനമായുള്ള കസാറ്റ്കിൻ കൺസൾട്ടിംഗിന്റെ കണക്കനുസരിച്ച് റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ 37% ഇന്ത്യയിലേക്കാണ്. ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് ഇന്ത്യൻ റിഫൈനറി വ്യവസായത്തിന്റെ കൊള്ളലാഭം മാത്രമാണ്. ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ വ്യാപാരം കൊണ്ട് അമേരിക്കക്കാർക്കുണ്ടാകുന്ന ആഘാതം എന്താണ്? നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യ മഹാരാജാവാണ്. അമേരിക്കയ്ക്ക് ഉയർന്ന നികുതി, ഇതര തടസ്സങ്ങൾ, വലിയ വ്യാപാര കമ്മി തുടങ്ങിയവയുണ്ട്. അത് അമേരിക്കയിലെ തൊഴിലാളികളെയും വ്യവസായികളെയും ദോഷകരമായി ബാധിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു. പിന്നീടത് അവരുടെ റിഫൈനറികളിൽ സംസ്കരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യക്കാർ ഈ പണം ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുകയും യുക്രൈൻകാരെ കൊല്ലുകയും ചെയ്യുന്നു. അമേരിക്കൻ നികുതിദായകർ യുക്രൈൻകാർക്ക് കൂടുതൽ സഹായവും സൈനികോപകരണങ്ങളും നൽകേണ്ടി വരുന്നു. ഇത് ഭ്രാന്താണ്. ഈ രക്തച്ചൊരിച്ചിലിൽ തങ്ങളുടെ പങ്ക് അംഗീകരിക്കുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും നവാരോ ആരോപിച്ചു.